വല്ല പ്രശ്നവുമുണ്ടോ എന്ന് ഈ സുജിത് ദാസിൻ്റെ സുഹൃത്തുക്കളായ പോലീസ് ഓഫീസർമാർ സുജിത് ദാസിൻ്റെ അമ്മ വിളിച്ചു സംസാരിച്ചു. മകൻ എന്താ പറ്റിയത്, ഈ ഫർണിച്ചർ കത്തിക്കുന്നത് എന്തിനാണെന്നുള്ളത് ആ അമ്മക്ക് അന്ന് മനസ്സിലായിട്ടില്ല. ഇത്രത്തോളം തെളിവുകൾ. കൊണ്ടോട്ടി അങ്ങാടിയിലെ സ്വർണ്ണക്കള്ളക്കടത്ത്, 5 പൈസക്ക് ഗതിയില്ലാതെ ഇരുന്ന ഒരു സ്വർണ്ണ തട്ടാൻ ആ കൊണ്ടോട്ടി അങ്ങാടിയിൽ മുഴുവൻ വാരിക്കൂട്ടിയ സ്വത്തുക്കൾ ഈ നിൽക്കുന്ന പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ കാണിച്ചു തന്നതാണ്. ഒരന്വേഷണം ഉണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാ അന്വേഷണത്തെയും അട്ടിമറിച്ച് പിണറായിക്കുള്ള സംരക്ഷണം ഒരുക്കുന്ന ആ കൊള്ള സംഘം. ഞാൻ അന്ന് പറഞ്ഞു, പിണറായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കള്ളക്കടത്തിൽ ഇൻവോൾവാണ്, ഈ എല്ലാ കള്ളക്കച്ചവടത്തിൽ ഇൻവോൾവാണ്, പി ശശി ഇൻവോൾവാണ്, നൊട്ടോറിയസ് ക്രിമിനൽ എന്ന സുജിത് ദാസിനെ അന്ന് വിളിച്ചത്, ഈ പറയുന്ന ADGP അജിത് കുമാറിന്. അതിൻ്റെ മുകളിലൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം ആ ക്രിമിനൽ സംഘം ഇറങ്ങിപ്പോവാണ്. അതിന് നേതൃത്വം നൽകിയ ആ ടീമാണ് ഈ 4-ാം തീയതിയോട് കൂടി കേരളത്തിലെ ജനത അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ മുമ്പ് ഒരു വെള്ള പേപ്പറിൽ ക്ലീൻ ഷീറ്റ് കൊടുത്തിട്ട് ഈ പറയുന്ന സുജിത് ദാസിനെയൊക്കെ അങ്ങ് രക്ഷിച്ച് കളയാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ നമുക്കറിയാം, നാട്ടിലൊരു നാടൻ ചൊല്ലുണ്ട്, നമ്മളെ ചെമ്മീൻ ചെള്ളി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ചെമ്മീൻ ചാടിയാൽ ഒന്ന് വലയിൽ അല്ലെങ്കിൽ ചട്ടിയിൽ എന്നുള്ളൊരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ സുജിത് ദാസും ഈ അജിത് കുമാറൊക്കെ അഴി എണ്ണുന്നത് വരെയുള്ള ഈ പോരാട്ടം കോടതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കോടതിയെ സമീപിക്കാനേ സാധിക്കുള്ളൂ. ആ കോടതിയുമായി ബന്ധപ്പെട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും. അല്ല, വേറെന്ത് ചെയ്യാൻ പറ്റുക? ഇപ്പം അജിത് കുമാറിൻ്റെ കേസിൽ ഇപ്പം എന്തായാലും നമ്മൾ ഹൈക്കോടതി റിട്ട് പോയി, ഹൈക്കോടതിയെ അത് ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുത്ത ക്ലീൻ ഷീറ്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് കോടതിയിൽ തിരുവനന്തപുരത്ത് കേസുണ്ട്. നമുക്കിത് കേസ് നടത്തിയിട്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയ ഗവൺമെൻറ്റാണ് ഈ ഇറങ്ങിപ്പോകുന്നത്, പ്രത്യേകിച്ചും PWDയിൽ. ഒരു അഴിമതി കേസ് എവിടെയെങ്കിലും ഉണ്ടോ? കൊടുത്ത ഒരു പരാതി അന്വേഷിച്ചിട്ടുണ്ടോ? ഈ ഗവൺമെൻറ്റിനെതിരെ കഴിഞ്ഞ 10 കൊല്ലമായി ജനങ്ങൾ ഉയർത്തിയ അഴിമതിയിൽ ഏതെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയോ? എങ്ങനെ കണ്ടെത്തുക? ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത്. ഇവർ തന്നെയാണ് ഈ പറയുന്ന പി ശശിയുടെ കീഴിലുള്ളത്. കേരളത്തിൽ ഒരു നീതിയും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടില്ല. ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ എത്തിയിട്ടുണ്ട്? 34.5 കിലോ സ്വർണം പോയി എന്നത് വസ്തുതയാണ്. 439 ഗ്രാം റിക്കവർ ചെയ്തിട്ടുള്ളൂ. 34 കിലോ സ്വർണം എവിടെയെന്നറിയില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പ്രതിയായപ്പെട്ടവർ മുഴുവൻ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം അയ്യപ്പൻ തന്നെ അയ്യപ്പൻ്റെ സ്വർണം കട്ടതാണോ എന്ന് സംശയിക്കേണ്ട അടുത്തേക്ക് ഈ കേസിനെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു ഈ ഗവൺമെൻറ്. ഇതല്ലേ ഇവരുടെ അന്വേഷണ രീതി? അപ്പോൾ പിന്നെ ഞാനതിൽ പറയേണ്ടതുണ്ടോ? അപ്പോൾ നമ്മൾക്കതിൽ നീതി ലഭ്യമാകാൻ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇദ്ദേഹം നടത്തിയ ഫോൺ കോളുകൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഷെബീറൊക്കെ ഒന്ന് മലപ്പുറത്താണ് ഉള്ളത്. മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ ഈ മുഴുവൻ